ഇന്ന് നമ്മുടെ ബിന്നിപ്പി ജോണും ജസ്ലിനും ഒക്കെ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ പെന്തക്കോസ്തിലെ ഒരു വ്യക്തിയുണ്ട്, സാജു ചാത്തന്നൂർ എന്ന് പറഞ്ഞ്. അദ്ദേഹം ഈ 2020 സംഭവങ്ങളെക്കുറിച്ച് പ്രവചിച്ചു എന്ന് പറഞ്ഞ് ഒരുപാട് ആളുകൾ ആ വീഡിയോ പ്രചരിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് വ്യക്തമാക്കുന്ന ഒരു ലൈവാണ് ബിന്നിപ്പി ജോൺ ചെയ്തത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു വീഡിയോ കിട്ടിയെങ്കിൽ അതെന്താണെന്ന് അറിയണം. ബിന്നിപ്പി ജോണിന്റെ ലൈവ് കാണുക, അത് ബിന്നി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. 65 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് സ്പെയിനിൽ വെന്റിലേറ്റർ കൊടുക്കുന്നില്ല. 65 വയസ്സിന് മുകളിലുള്ളവരെ റൈറ്റ് ഓഫ് വേ ആണ്. അവർക്ക് പകരം കൊടുക്കുന്നത് മോർഫിനാണ്. മോർഫിൻ കൊടുത്ത് മയക്കി സുഖനിദ്രയിലേക്ക് അവരെ വിട്ട് നിത്യനിദ്രയിലേക്ക് അയക്കുന്നു. ആണ് സ്പെയിനിൽ മരണം കൂടുന്നത്. സ്പെയിൻ എന്നൊക്കെ പറഞ്ഞ് ലോക ഫുട്ബോൾ കാണുമ്പോൾ അലറി വിളിച്ചതാണ്. സ്പെയിന്, ഇറ്റലി, പോർച്ചുഗൽ, അവർക്കൊക്കെ കളിക്കാർക്ക് കൊടുക്കുന്ന പ്രതിഫലം വലിയ ഹൈലൈറ്റ് മനോരമക്കാർ കൊടുക്കും. റൊണാൾഡോയെ ഇന്ന ക്ലബ്ബ് 950 കോടി രൂപയ്ക്ക് വാങ്ങി, മെസ്സിയെ വാങ്ങി, ബോറിസ് ബെക്കറിന് ഇത്രയായിരുന്നു പ്രതിഫലം. മനുഷ്യന്റെ പൊങ്ങച്ചമാണ്. പക്ഷെ ഇവരുടെ ഒന്നും നാട്ടിൽ മനുഷ്യന്റെ അടിസ്ഥാന ജീവനെ പിടിച്ചു നിർത്തുന്നു. അത്യാവശ്യം വേണ്ട വെന്റിലേറ്റർ പോലും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പം ഈ വാനിറ്റി ഓഫ് ദ വേൾഡ്, ലോകത്തിന്റെ ആ ഈ പൊങ്ങച്ചത്തിന്റെ പൊള്ളത്തരം നമ്മൾ മനസ്സിലാക്കുക. ഇറ്റലിയിൽ ഒക്കെ വൃദ്ധരായ ആളുകളെ വെറുതെ മരിക്കാൻ വിടുകയായിരുന്നു. വേറെ ആംനസ്റ്റി ഇന്റർനാഷണൽ, അത് ഒരു നോക്കുകുത്തിയാണ്. മനുഷ്യാവകാശ പ്രവർത്തനമുണ്ട്. ലോകത്തിന്റെ മനുഷ്യാവകാശ സംഘടന ആഗോളതലത്തിൽ കുറെ ആളുകൾക്ക് പുട്ടടിക്കാനുള്ളൊരു സംഘടന എന്നുള്ളൂ. ഇതിനകത്തൊന്നും യാതൊരു ആത്മാർത്ഥതയും ഇല്ല. കാരണം സ്റ്റേറ്റിനെ വിശ്വസിച്ച് ആയുഷ്കാലം മുഴുവൻ അധ്വാനിച്ച് തങ്ങളുടെ ജീവനും ആരോഗ്യത്തിനും സ്റ്റേറ്റ് സംരക്ഷണം തരുമെന്ന് വിശ്വസിച്ച് ഉത്തമ പൗരന്മാരായി ജീവിച്ച ആളുകളെ കൂളായിട്ട് മരണത്തിലേക്ക് തള്ളിവിടുകയാണ്. ഇപ്പൊ ആംനസ്റ്റി ഇന്റർനാഷണലും മിണ്ടുന്നില്ല. ഇത് മനുഷ്യാവകാശ ധ്വംസനമാണെന്ന് അവർ പറയുന്നില്ല. ഇത് കഴിഞ്ഞ് വരും. ഈ കൊറോണയൊക്കെ കഴിഞ്ഞ് ആംനസ്റ്റി ഇന്റർനാഷണലുകാരും അതും ഇതൊക്കെ ഇറങ്ങും. മനുഷ്യാവകാശ പ്രവർത്തകരെ എന്താണ് ചെയ്യേണ്ടത്? ഇതെല്ലാം ഒരു തട്ടിപ്പാണ്, വഞ്ചനയാണ്. നമ്മൾ മനസ്സിലാക്കുക. അതായത് ലോകം ആശ്രയം വെക്കുന്ന ഒന്നും തന്നെ ഈ പറഞ്ഞ ഈ സയന്റിഫിക് പുരോഗതിയാണ് യുക്തിവാദികളൊക്കെ പറയുന്നത്. പഴയ കാലത്ത് കമ്മ്യൂണിസ്റ്റ് ചൈനയിലും കമ്മ്യൂണിസ്റ്റ് റഷ്യയിലും അങ്ങനെയായിരുന്നു. റിട്ടയർ ആകുന്നവരെ ഒരു വെടിവെച്ച് കൊല്ലുകയായിരുന്നു. കാരണം അവനെ സംബന്ധിച്ച് വാർദ്ധക്യത്തിലുള്ള ആളുകൾ ഒരു ബാധ്യതയാണ്. തമിഴ്നാട്ടിൽ അങ്ങനെയാണ്. തമിഴ്നാട്ടിലെ മിക്ക ഗ്രാമങ്ങളിലും വൃദ്ധരായവരെ കൊല്ലും. ഉപ്പുവെള്ളം കുടിപ്പിച്ചാണ് കൊല്ലുന്നത്. അത് ഗ്രാമം ഒന്നിച്ച് തീരുമാനിച്ച് ഇത്രാം ദിവസം ഇന്നയാളെ കൊല്ലാൻ തീരുമാനിക്കും. അപ്പൊ ഈ പ്രായമായവർ പേടിച്ചായിരിക്കുന്നത് ഈ കൊല്ലുന്ന സംഘം വരുന്നത് നോക്കി. അവർക്കറിയാം. കാരണം അവരുടെ ചെറുപ്പത്തിൽ അവർ ഒത്തിരി കളവന്മാരെ കൊന്നിട്ടുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ട്രൂ ഗോസ്പൽ, ദൈവസ്നേഹത്തിന് മാത്രമേ ഇതിൽ നിന്ന് വ്യത്യാസം വരുത്തുവാൻ കഴിയുകയുള്ളൂ. അപ്പൊ അതാണ് ബൈബിൾ നമുക്ക് നൽകുന്ന മാർഗനിർദ്ദേശം. അതുകൊണ്ടാണ് ഈ സുവിശേഷമാണ് ലോകത്തിന്റെ വെളിച്ചം. ക്രിസ്ത്യാനിറ്റിയാണ് ലോകത്തിന്റെ വെളിച്ചം. എന്തുകൊണ്ടാണ് ക്രിസ്തീയ മൂല്യങ്ങൾ നഷ്ടപ്പെട്ട യൂറോപ്പിനെ കുറിച്ച് ഭയങ്കര പുരോഗതിയോ അവിടെയുള്ളവർക്ക് വിവരം വെച്ചു, ക്രിസ്ത്യാനിറ്റിയെ തള്ളിക്കളഞ്ഞു. അവിടെയൊക്കെ ഇപ്പൊ സ്വതന്ത്ര ചിന്തക്കാരാണ്. സ്വതന്ത്ര ചിന്തക്കാരായപ്പോഴാണ് കളവന്മാരെ കൊല്ലാൻ വിട്ടത്. ക്രിസ്ത്യൻ മൂല്യങ്ങളുള്ള കാലത്താണ് ഒരിക്കലും കൊല്ലാൻ വിടത്തില്ല. അപ്പം അതൊക്കെയാണ് സ്ഥിതി. ഇപ്പൊ എളിയവന്റെ ദീനത്തിന് യമൻ തന്നെ തുണ എന്ന നമ്മുടെ അപ്പച്ചന്മാരുടെ പഴഞ്ചൊല്ലിനെ ഓർക്കാം. നമുക്ക് ഇന്നത്തെ വായനാ ഭാഗങ്ങളിലേക്ക് പോകാം. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 23 മുതലുള്ള ഭാഗങ്ങളാണ്. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 23 മുതൽ. അവനൊരു പടകിൽ കയറിയപ്പോൾ അവന്റെ ശിഷ്യന്മാർ കൂടെ ചെന്നു. പിന്നെ കടലിൽ വലിയ ഓളമുണ്ടായിട്ട് പടക് തിരകളാൽ മുങ്ങുമാറായി. അവന് ഉറങ്ങുകയായിരുന്നു. അവർ അടുത്തുനിന്ന് കർത്താവെ രക്ഷിക്കണമേ, ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. അവൻ അവരോട് അല്പവിശ്വാസികളെ, നിങ്ങൾ ഭീരുക്കളാകുവാൻ എന്ത് എന്ന് പറഞ്ഞ ശേഷം എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചപ്പോൾ വലിയ ശാന്തത ഉണ്ടായി. എന്നാലേ ആ മനുഷ്യർ അതിശയിച്ചു. ഇവൻ എങ്ങനെയുള്ളവൻ, കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. പിന്നീടുള്ളത് ഗദരദേശത്ത് ഭൂതഗ്രസ്തനെ സൗഖ്യമാക്കുന്ന ഒരു ഭാഗം കൂടെ ആ വായനാഭാഗത്തിലുണ്ട്. അത് നമ്മൾ
2 ദിവസം മുമ്പ് ഇതേ സെയിം ടെക്സ്റ്റ് വായിച്ചതാണ്, ചിന്തിച്ചാണ്, അതുകൊണ്ട് ഞാനത് ഒഴിവാക്കുകയാണ്. ഇവിടെ നമ്മൾ കാണുന്നത് വിൻഡും വേവും കർത്താവിനെ അനുസരിക്കുകയാണ്, കാറ്റും കടലും കർത്താവിനെ അനുസരിക്കുകയാണ്. നമ്മൾ 150 സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്, സകലതും ദൈവത്തെ സ്തുതിക്കുന്നു എന്നുള്ള ഒരു ഭാഗം. തൽഗോയും ഗ്ലീദോയും ഹിമവും എല്ലാം കർത്താവിനെ സ്തുതിക്കട്ടെ. ഈ 150 സങ്കീർത്തനം, അവസാനത്തെ സങ്കീർത്തനം 151 സങ്കീർത്തനമുണ്ട്. നമ്മുടെ ബൈബിളിൽ 150 ഉള്ളൂ. അപ്പം അതിനകത്ത് 148 മുതലാണ് ഈ അത് ഒരുമിച്ചാണ് വരുന്നത്. അപ്പം അവിടെ പറയാണ്, തിമിംഗലങ്ങളും എല്ലാ ആഴികളുമായുള്ളവ ഭൂമിയിൽ നിന്ന് യഹോവയെ സ്തുതിപ്പീൻ. തീയും കൽമഴയും ഹിമവും ആവിയും അവന്റെ വചനമനുഷ്ഠിക്കുന്ന കൊടുങ്കാറ്റും പർവ്വതങ്ങളും സകല കുന്നുകളും ഫലവൃക്ഷങ്ങളും സകല ദേവദാരുക്കളും മൃഗങ്ങളും സകല കന്നുകാലികളും ഇഴജാതികളും പർവ്വജാതികളും ഭൂമിയിലെ രാജാക്കന്മാരും സകല വംശങ്ങളും ഭൂമിയിലെ പ്രഭുക്കന്മാരും സകല ന്യായാധിപന്മാരും യുവാക്കളും യുവതികളും വൃദ്ധന്മാരും ബാലന്മാരും ഇവരൊക്കെയും യഹോവയുടെ നാമത്തെ സ്തുതിക്കട്ടെ. അവന്റെ നാമം മാത്രം ഉയർന്നിരിക്കുന്നു, അവന്റെ മഹത്വം ഭൂമിക്കും ആകാശത്തിന് മേലായിരിക്കുന്നു. തന്നോടടുത്തിരിക്കുന്ന ജനമായ ഇസ്രായേൽ മക്കളെ തന്റെ സകല ഭക്തന്മാർക്കും പുകഴ്ച അവൻ സ്വജനത്തിനൊരു കൊമ്പിനെ ഉയർത്തിയിരിക്കുന്ന യഹോവയെ സ്തുതിപ്പീൻ, യഹോവയെ സ്തുതിപ്പീൻ. അപ്പോൾ എന്തൊക്കെയാണ് അവിടെ പറയുന്നത്? തിമിംഗലങ്ങളും ആഴികളും തൽഗോകളും ഗ്ലീദോകളും കാറ്റുകളും കൊടുങ്കാറ്റുകളും കുന്നുകളും ഫലവൃക്ഷങ്ങളും സകല ദേവദാരുക്കളും പ്രഭുക്കന്മാരും രാജാക്കന്മാരും സകലരും ദൈവത്തെ സ്തുതിക്കട്ടെ. ഇപ്പൊ യോനായുടെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ കാറ്റ് ദൈവത്തെ അനുസരിച്ചു, കടല് ദൈവത്തെ അനുസരിച്ചു, തിമിംഗലം ദൈവത്തെ അനുസരിച്ചു. എല്ലാവരും ദൈവത്തെ അനുസരിക്കുന്നതായിട്ടാണ്. ആവണക്ക് വളരാൻ പറഞ്ഞപ്പോൾ ദൈവത്തെ അനുസരിച്ചു, പുഴു ആവണക്കിനെ കുത്താൻ പറഞ്ഞപ്പോൾ ദൈവത്തെ അനുസരിച്ചു. അപ്പൊ ഈ ഹോൾ പ്രപഞ്ചം, നമ്മുടെ പ്രകൃതി, അത് ഹാർമണിയായിട്ട് ദൈവവുമായിട്ടുള്ള ഹാർമണിയിൽ ജീവിക്കുന്നു. അതാണ് നമ്മളെ കാണിക്കുന്ന ചിത്രം. അതിൽ ഇടർച്ചയുള്ളത്, റിബല്യസ് ആയിട്ട് നിൽക്കുന്നത് മനുഷ്യൻ മാത്രമാണ്. ഓൺലി വൺ ഫാക്ടർ. ഇപ്പൊ തന്നെ ഈ മനുഷ്യന്റെ ഈ ലോകം മുഴുവനുള്ള ഈ ലോക്ക്ഡൌൺ കാരണം അന്തരീക്ഷമൊക്കെ ശുദ്ധീകരിക്കപ്പെട്ടു, അന്തരീക്ഷ മലിനീകരണം കുറഞ്ഞു. ഇപ്പൊ ബോംബെയിലൊക്കെ ശുദ്ധവായുവാണ് കിട്ടുന്നത്, ഡൽഹിയിലെ മലിനീകരണം കുറഞ്ഞു, ശുദ്ധവായു കിട്ടുന്നു. അപ്പൊ ഈ പ്രകൃതിക്ക് വിരുദ്ധമായിട്ട് നിൽക്കുന്ന മനുഷ്യനാണ്. അപ്പൊ അതിന്റെ ചിത്രമാണ് നമ്മൾ ഈ സങ്കീർത്തനത്തായാലും യോനായുടെ പുസ്തകത്തിലായാലും ഇവിടെയല്ലേ. പ്രകൃതി ദൈവത്തെ അനുസരിക്കുന്നു, അല്ലെങ്കിൽ ഹാർമണിയിൽ ജീവിക്കുന്നു. മനുഷ്യൻ അതിന് എതിരായിട്ട് ജീവിക്കുന്നു. അപ്പം ആ ഹാർമണിയിലേക്കാണ് നമ്മളെ ആഹ്വാനം ചെയ്യുന്നത്. അതുകൊണ്ടാണ് സൃഷ്ടി ഇന്ന് വരെയും ഞരങ്ങി. ഇന്നലെ നമ്മൾ വായിച്ച വായനാ ഭാഗത്തിൽ റോമാലേഖനത്തിൽ നിന്നുള്ള വായനയുണ്ടായിരുന്നു. അതിൽ പറയുന്നത് സൃഷ്ടി ഇന്ന് വരെയും ഞരങ്ങി ഈറ്റുനോവോടുകൂടി ഇരിക്കുന്നു. ദൈവപുത്രന്മാരുടെ വെളിപ്പാട് എന്ന ദിവസത്തിലേക്കാണ് നോക്കുന്നത്. അത് മായയ്ക്ക് താൽക്കാലികമായിട്ട് അവന്റെ ഹിതപ്രകാരം കീഴ്പ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഹോൾ സൃഷ്ടി, ഈ പ്രപഞ്ചം, നമുക്ക് ചുറ്റുമുള്ള പ്രകൃതി ആ ഒരു ഗ്ലോറിയസ് ഡേയ്ക്ക് വേണ്ടി നോക്കിയിരിക്കുകയാണ്. ഏതാണ് ആ ഗ്ലോറിയസ് ഡേ? മനുഷ്യൻ തന്നിൽ നിന്ന് ഉണരുന്ന ദിവസമാണ്. ഇത് ചില ആളുകൾ പറയുന്നത് ദൈവം തമ്പുരാൻ എന്തോ ഒരുക്കാൻ പോയിരിക്കുകയാണ്, യേശു കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവ് ഒരുക്കി തരുമ്പോൾ ഇനി 2-3 സ്ക്രൂവും കൂടെ കിട്ടാനാണ്. അതിനുവേണ്ടി ഹോം ഡിപ്പോയിൽ പോയിട്ടുണ്ട്, അതുകൂടെ മേടിച്ചുകൊണ്ടുവന്ന് അതുകൂടെ വെച്ച് കഴിയുമ്പോൾ വീടിന്റെ പണി തീരും, അപ്പം വരും. നോ, കർത്താവ് അല്ല ഒരുങ്ങേണ്ടത്, നമ്മളാണ് ഒരുങ്ങേണ്ടത്. നമ്മുടെ മൂഢതയിൽ നിന്ന്, നമ്മുടെ സ്വാർത്ഥതയിൽ നിന്ന്, നമ്മുടെ ജഡീകതയിൽ നിന്ന് നമ്മൾ പുറത്തു വരണം. വി ഹാവ് ടു കം ഔട്ട് ഫ്രം അവർ ഫൂളിഷ്നെസ്, അവർ കാർണാലിറ്റി ആൻഡ് സെൽഫിഷ്നെസ്. അത് പുറത്തു വരുമ്പോഴാണ്, അതാണ് നമ്മുടെ ഗ്ലോറിയസ് അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ കോൺഷ്യസ് അവയർനെസ്. മനുഷ്യവർഗം ആ കോൺഷ്യസ് അവയർനെസ്സിലേക്ക് വരുന്നു കഴിഞ്ഞ് മാത്രമേ കർത്താവ് വരത്തുള്ളൂ. അതിനാണ് കർത്താവ് വെയിറ്റ് ചെയ്യുന്നത്. അല്ലാതെ കർത്താവ് അവിടെ സ്ക്രൂവും 2 ഇഞ്ചിന്റെ സ്ക്രൂ കുറെ എണ്ണം വേണം എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി വീടുണ്ടാക്കാൻ നടക്കുകയല്ല. കർത്താവ് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. കോൺഷ്യസ് അവയർനെസ്സിലേക്ക് നമ്മളാണ് വരേണ്ടത്. അതാണ് ഗോസ്പലിന്റെ സമ്മറി. ഇവിടെ നമ്മൾ കാണുന്നത് ഈ പരീശന്മാരും ശാസ്ത്രിമാരും സദൂക്യരും ചുങ്കക്കാരും പാപികളും അവരെല്ലാം കർത്താവിനെ ഒപ്പോസ് ചെയ്ത് എതിർക്കുകയായിരുന്നു. അവരാരും കർത്താവിന്റെ സുവിശേഷം കേൾക്കുന്നില്ല. കർത്താവ് തിരക്ക് പിടിച്ചു പ്രസംഗിക്കുന്നു, അവരൊക്കെ എതിർക്കുന്നു, കുടുക്കുയോദ്യങ്ങൾ ചോദിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ യേശുവിനെ കൊണ്ട് പടകിലൂടെ പോവാണ്. അപ്പോൾ കാറ്റടിക്കുന്നു, കടൽ പ്രക്ഷുബ്ധമാകുന്നു, പടക് മറിഞ്ഞു പോകുമോ എന്ന് തോന്നുന്നു.
അപ്പോൾ കർത്താവ് എഴുന്നേറ്റ് പറയുന്നു, കാറ്റേ നീ ശാന്തമാകുക. അപ്പോൾ കാറ്റ് ശാന്തമാകുന്നു, കടൽ ശാന്തമാകുന്നു. ശിഷ്യന്മാർ ചോദിക്കും, ഇവൻ ആര്? കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നില്ല. അപ്പോൾ കർത്താവ് പറയാണ്, നിങ്ങൾ വിഷമിക്കല്ല, ഈ കാറ്റിനാൽ നിങ്ങൾ നശിച്ചു പോകുമെന്നോ ഈ കടലിനാൽ നിങ്ങൾ ഒടുങ്ങിപ്പോകുമെന്നോ ഭയപ്പെടണ്ട. കാരണം പ്രകൃതി നമുക്ക് അനുകൂലമാണ്, സൗഹൃദമാണ്. പക്ഷേ നമ്മൾ ഒടുങ്ങിപ്പോകുന്നത് ഒരുവനാൽ ഒരുവൻ ഒടുങ്ങിപ്പോകാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവീൻ. യാക്കോബ് ശ്ലീഹ എഴുതുകയാണ്, ഒരുവനാൽ ഒരുവൻ ഒടുങ്ങി. ഇപ്പൊ ഈ പ്രകൃതിയല്ല നിങ്ങളെ നശിപ്പിക്കും, മനുഷ്യനാണ്. കൊറോണയ്ക്ക് നിങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. മനുഷ്യനാണ്, മനുഷ്യന്റെ സിസ്റ്റമാണ്, സ്വാർത്ഥതയാണ്, അഹങ്കാരമാണ്. അതാണ് നമ്മളെ നശിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് കാറ്റും കടലും ഒക്കെ സബ്ജക്റ്റീവാണ്, അനുസരിക്കും, ഒബീഡിയന്റാണ്. ഇപ്പൊ കർത്താവിന്റെ ആ അധീശത്വം കാണിക്കുകയാണ്. വളരെ വേഗം അവർ യെരുശലേമിലേക്കുള്ള യാത്രയിലാണ്, ഫൈനൽ കോഴ്സിലാണ്. ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള ഭാഗങ്ങളാണ്. ബ്യൂട്ടിഫുൾ ചാപ്റ്ററാണ് ഉൽപ്പത്തി 45. അപ്പോൾ ചുറ്റും നിൽക്കുന്നവരുടെ മുമ്പിൽ തന്നെത്താൻ അടക്കുവാൻ വഹിയാതെ എല്ലാവരെയും എന്റെ അടുക്കൽ നിന്ന് പുറത്താക്കുകയെന്ന് യോസേഫ് വിളിച്ചു പറഞ്ഞു. ഇങ്ങനെ യോസഫ് തന്റെ സഹോദരന്മാർക്ക് തന്നെ വെളിപ്പെടുത്തിയപ്പോൾ ആരും അടുക്കൽ ഉണ്ടായിരുന്നില്ല. അവൻ ഉച്ചത്തിൽ കരഞ്ഞു. മിസ്രീമ്യരും ഫറവോന്റെ ഗൃഹവും അത് കേട്ടു. യോസഫ് സഹോദരന്മാരോട്, ഞാൻ യോസഫ് ആകുന്നു, എന്റെ അപ്പൻ ജീവനോടിരിക്കുന്നുവോ എന്ന് ചോദിച്ചു. അവന്റെ സഹോദരന്മാർ അവന്റെ സന്നിധിയിൽ ഭ്രമിച്ചു പോയതുകൊണ്ട് അവനോട് ഉത്തരം പറയുവാൻ അവർക്ക് കഴിഞ്ഞില്ല. യോസഫ് സഹോദരന്മാർ ഇങ്ങോട്ട് അടുത്തു വരുവിനെന്ന് പറഞ്ഞു. അവൻ അടുത്ത് നിന്നപ്പോൾ അവർ പറഞ്ഞത്, നിങ്ങൾ മിസ്രീമിലേക്ക് വിറ്റ് കളഞ്ഞ നിങ്ങളുടെ സഹോദരൻ യോസഫ് ആകുന്നു ഞാൻ. എന്നെ ഇവിടെ വിറ്റതുകൊണ്ട് നിങ്ങൾ വ്യസനിക്കേണ്ട, വിഷാദിക്കുകയും വേണ്ട. ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുൻപേ അയച്ചതാകുന്നു. ദേശത്ത് ക്ഷാമമുണ്ടായിട്ട് ഇപ്പോൾ 2 സംവത്സരമായി. ഉഴവും കൊയ്ത്തുമില്ലാത്ത 5 സംവത്സരം ഇനിയുമുണ്ട്. ഭൂമിയിൽ നിങ്ങൾക്ക് സന്തതി ശേഷിക്കേണ്ടതിനും വലിയൊരു രക്ഷയാൽ നിങ്ങളെ ജീവനെ രക്ഷിക്കേണ്ടതിനും ദൈവം എന്നെ നിങ്ങൾക്ക് മുന്നമേ അയച്ചിരിക്കുന്നു. ആകയാൽ നിങ്ങളല്ല, ദൈവം അത്ര എന്നെ ഇവിടെ അയച്ചത്. അവൻ എന്നെ ഫറവോന് പിതാവും അവന്റെ ഗൃഹത്തിനൊക്കെയും യജമാനനും മിസ്രയീം ദേശത്തിനൊക്കെയും അധിപതിയുമാക്കിയിരിക്കുന്നു. അപ്പം നിങ്ങൾ തിന്മയ്ക്കായിട്ട് ചെയ്തത് ദൈവം നന്മയ്ക്കായിട്ട് മാറ്റി. നല്ല യോസഫ്, യേശു കർത്താവിന്റെ നിഴലാണ് യോസഫ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഈ യോസഫ് സഹോദരന്മാർക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തുകയാണ്. ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുകയായിരുന്നു. കുറെ പ്രാവശ്യം അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി. അവന്റെ ചാക്കിൽ നിന്ന് പാത്രം കിട്ടുന്നു, അവന്റെ ചാക്കിൽ നിന്ന് ദ്രവ്യം കിട്ടുന്നു, അവർ അറസ്റ്റ് ചെയ്യപ്പെടുന്നു, അവരിവിടെ ആളുകളെ പണയം വെച്ചിട്ട് പോകേണ്ടി വരുന്നു, അപ്പം പിണങ്ങുന്നു. പക്ഷെ ഒത്തിരി സ്റ്റോറീസ് ഉണ്ട്. പക്ഷെ ഇതിന്റെ അവസാനം ഫൈനൽ രംഗത്ത് യോസഫ് തന്നെ തന്റെ സഹോദരന്മാർക്ക് വെളിപ്പെടുത്തുന്നു. ഇതാണ് ഈ സ്റ്റോറി അവസാനിക്കുക. യോസഫ് തന്റെ സഹോദരന്മാർക്ക് തന്നെ റിവീൽ ചെയ്യാണ്. അപ്പൊ ആ അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക്, ഹീസ് അവർ ബ്രദർ. ഈ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ആരാണ്? നമ്മുടെ സ്വന്തം സഹോദരൻ. ഈ അണ്ടർസ്റ്റാൻഡിങ്, അതാണ് എബ്രായ ലേഖനത്തിൽ പറയുന്നത്, യേശു അതുകൊണ്ട് അവൻ നമ്മെ സഹോദരന്മാർ എന്ന് വിളിക്കാൻ ലജ്ജിക്കുന്നില്ല. യേശു നമ്മളെ സഹോദരന്മാർ എന്ന് വിളിക്കുകയാണ്. യോസഫ് വിളിക്കുകയാണ് സഹോദരന്മാരെ. പക്ഷെ സഹോദരന്മാർ വിളിക്കുകയാണ് യജമാനനെ. അപ്പൊ യോസഫ് പറയാണ്, നിങ്ങള് ആ ദ്രോഹം ചെയ്ത ആ സഹോദരനാണ് ഞാൻ. ജീസസ് ക്രൈസ്റ്റ് ഈസ് അവർ എൽഡർ ബ്രദർ. ചില ആളുകൾ പ്രാർത്ഥിക്കുന്നതാണ് യേശു അപ്പാ, യേശു അപ്പച്ച. അതൊക്കെ തെറ്റാണ്. അങ്ങനെ ഒരിക്കലും പ്രാർത്ഥിക്കരുത്. കാരണം യേശു അപ്പനുമല്ല അപ്പച്ചനുമല്ല. പിതാവ് വേറെ, പുത്രൻ വേറെ, പരിശുദ്ധാത്മാവ് വേറെ. അതുകൊണ്ട് യേശുവിനോട് നിങ്ങൾക്ക് ഡിയർലി അഭിസംബോധന ചെയ്യണമെങ്കിൽ യേശുവിനെ ചേട്ടാന്ന് വേണേ വിളിച്ചു. കാരണം ഈസ് അവർ എൽഡർ ബ്രദർ, ബൈബിൾ ക്ലിയർലി സേസ്. അപ്പം സുറിയാനി സഭയിൽ മാമോദിസ മുക്കുന്ന സമയത്ത്, മാമോദിസ ശുശ്രൂഷ, മാമോദിസ നടത്തുന്ന സമയത്ത് പറയുന്നത്, നിന്നെ കർത്താവിന്റെ സഹോദരനായി മാമോദിസ മുക്കുന്നെന്ന്. മനസ്സിലായോ? നമ്മുടെ കർത്താവിന്റെ സഹോദരനായി മാമോദിസ മുക്കുന്നു എന്ന് പറഞ്ഞാണ് മാമോദിസ കൊടുക്കുന്നത്. അപ്പൊ ആ സുറിയാനി സഭയിലുള്ളവർക്ക് തന്നെ ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലെന്നുള്ളതാണ് ദയനീയമായ സ്ഥിതി. അപ്പം ഒത്തിരി ആളുകൾ യേശു അപ്പച്ച എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. ഈ പല പെണ്ണുങ്ങളും പിള്ളേരെ തോളെ വെച്ച് ചോറ് കൊടുത്തോണ്ട് യേശുവിന്റെ ഫോട്ടോ കാണിച്ച്, ചിത്രം കാണിച്ച് യേശു അപ്പച്ചൻ ഇരിക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ട്രിനിറ്റേറിയൻ അണ്ടർസ്റ്റാൻഡിങ്ങിനെതിരാണ്. ഫാദർ, സൺ ആൻഡ് ഹോളി സ്പിരിറ്റ്. അപ്പൊ ജീസസ് ക്രൈസ്റ്റ് ഈസ് അവർ എൽഡർ ബ്രദർ. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്ന പൊസിഷൻ. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ പറയുന്നത്, അവൻ തന്റെ സഹോദരന്മാർ എന്ന് നമ്മെ വിളിക്കുന്നു. ഇവിടെ യോസഫ് വിളിക്കുകയാണ്, പ്രിയപ്പെട്ടവർ ഇങ്ങോട്ടൊന്ന് അടുത്തു വരുവീൻ,
നിങ്ങൾ എൻ്റെ സഹോദരന്മാരാണ്. നിങ്ങൾ ആ കിണറ്റി വിട്ട് കളഞ്ഞ്, നിങ്ങൾ വിറ്റ് കളഞ്ഞ ആ സഹോദരൻ. നിങ്ങളുടെ പാപങ്ങളെ ഓർത്ത് വിഷമിക്കണ്ട, ദുഃഖിക്കണ്ട. നിങ്ങളത് ചെയ്തല്ലോ എന്നോർത്ത്. പക്ഷേ ദൈവം അതെല്ലാം നന്മയ്ക്കായിട്ട് മാറ്റി. മനസ്സിലായോ? ഇപ്പം ഞാനിരിക്കുന്നത് ഏറ്റവും വലിയ അധികാര കസേരയിലാണ്, സിംഹാസനത്തിലാണ്. യേശുക്രിസ്തു വിളിക്കപ്പെടുന്ന സർവനാമത്തിനും മീതെ അത്യന്തം ഇരിക്കുകയാണ്. അവൻ സിംഹാസനത്തിലിരിക്കുകയാണ്. സിംഹാസനത്തിലിരിക്കുന്ന യേശുവിനോ ഓരോരുത്തരോട് പിണക്കമില്ല. എത്ര ദ്രോഹം ചെയ്താലും പൊട്ടക്കിണറ്റി തള്ളിയിട്ടവനോട് പിണക്കമില്ല, വെള്ളിക്കാശിന് വിറ്റവനോട് പിണക്കമില്ല, അങ്കി ഊരി മാറ്റി. അതുകൊണ്ട് യോസഫിന്റെ അങ്കി ഊരിക്കൊണ്ടൊക്കെ പോയി, അവനോട് പോലും പിണക്കമില്ല. നിങ്ങളൊന്ന് ഓർത്ത് നോക്കി, നിങ്ങൾ ടൗണിൽ കൊണ്ട് നടക്കുമ്പോൾ രണ്ടുപേര് വന്ന് നിങ്ങളുടെ പാൻറ് ഷർട്ടും എല്ലാം ഊരിക്കൊണ്ട്, തുണിയെല്ലാം ഊരിക്കൊണ്ട് പോവുക. അങ്ങനെയുള്ള ആള് നിങ്ങൾ ആയുസി മറക്കുമോ? പക്ഷെ യോസഫിന്റെ അങ്കി ഊരിക്കൊണ്ട് പോയ സഹോദരന്മാരെ യോസഫ് പറയാം, കുഴപ്പമില്ല, അതെല്ലാം ദൈവം നന്മയ്ക്കായിട്ട് മാറ്റി. ഇപ്പോൾ ഞാൻ ഈ സിംഹാസനത്തിലാണ്. അതുകൊണ്ടാണ് യേശു കർത്താവ് സിംഹാസനത്തിലിരിക്കുമ്പോൾ നമ്മളോട് പ്രതികാര നടപടി ചെയ്യുകയല്ല. കാരണം നിഴലായ യോസഫിൽ നിന്നാണ് നമ്മളത് പഠിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഗ്ലോറിയസ് ഗോസ്പൽ പറയുന്നത്. ഇവിടെ നമ്മൾ കാണുക, അപ്പം യോസഫ് ഒച്ചത്തിൽ കരഞ്ഞു. എല്ലാവരെയും പുറത്താക്കിയിട്ട് യോസഫ് ഒച്ചത്തിൽ കരഞ്ഞു. ഫറവോന്റെ ഗൃഹം അത് കേട്ടു എന്ന് പറഞ്ഞാൽ യോസഫിന്റെ ഔദ്യോഗിക വസതിയിൽ നിന്ന് കുറെ മാറിയാണ് ഫറവോന്റെ ഔദ്യോഗിക വസതി. പക്ഷെ യോസഫിന്റെ കരച്ചിൽ മിസ്രയീമിലെ യോസഫിന്റെ കൊട്ടാര ഭിത്തികളെ ഭേദിച്ച് ആ തെരുവുകളിൽ മുഴങ്ങി പ്രതിധ്വനിച്ച് ഫറവോന്റെ കൊട്ടാരത്തിന്റെ അകത്തളങ്ങളിൽ മുഴങ്ങി. ഫറവോന്റെ വീട്ടുകാർ ചോദിച്ചു, യോ ആരാ കരയുന്നത്? യോസഫാണ് കരയുന്നത്. അത്ര ഉച്ചത്തിലാണ് യോസഫ് കരഞ്ഞത്. എന്തിനാ കരഞ്ഞത്? തന്റെ സഹോദരന്മാർക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തുകയാണ്. എങ്ങനെയാ യോസഫ് കരഞ്ഞത്? ആ പട്ടണം മുഴുവൻ കേൾക്കത്തക്ക വിധത്തിൽ, ആ പട്ടണത്തിൽ മുഴുവൻ പ്രതിധ്വനിച്ച ശബ്ദമാണ് യോസഫിന്റെ ശബ്ദം. യോസഫ് ഉച്ചത്തിൽ കരയാണ്, എലീ എലീ ലമ്മാ ശബക്താനി. അപ്പോൾ ദൈവാലയ മന്ദിരത്തിന്റെ തിരശീല മേൽ തൊട്ടടി വരെ രണ്ടായി ചീന്തിപ്പോയി. ഇനി മുതൽ നമുക്ക് യാതൊരു ഭിന്നതയുമില്ല. അതുവരെ ഒരു ഭിന്നതയുണ്ടായിരുന്നു, ഒരു വേർതിരിവുണ്ടായിരുന്നു. ആ വേർപാടിന്റെ നടിച്ചുവരെ ഇടിച്ചു കളഞ്ഞു. അതുവരെ മിസ്രയീമിന്റെ മന്ത്രിയാണ്. നമ്മൾ വെറും വിസിറ്റേഴ്സും അഭയാർത്ഥികളും അഗതികളും അന്നം തേടി വന്നവരുമാണ്. യോസഫ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി സഹോദരന്മാരെ വിളിച്ചു. സഹോദരന്മാരെ വിളിച്ചപ്പം സഹോദരന്മാർ അവിടെ ചെന്നിരുന്നു, ഒരുമിച്ച് കഴിച്ചു. മിസ്രയീമർ ഒരിക്കലും എബ്രായരോട് കൂടെ ഭക്ഷണം കഴിക്കുകയില്ല. മിസ്രയീമർ ഒരു കാരണവശാലും എബ്രായരോട് കൂടെ ഭക്ഷണം കഴിക്കുകയില്ല. ഇടയ്ക്ക് ഒരു കർട്ടൻ ഇടും. ഒരു കർട്ടന്റെ അപ്പുറം നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം 33 അധ്യായം നോക്കണം. ഉൽപ്പത്തി പുസ്തകം 43 അധ്യായം 31 വാക്യം. ഉൽപ്പത്തി 43:31. പിന്നെ അവൻ മുഖം കഴുകി പുറത്തു വന്ന് തന്നെത്താൻ അടക്കി ഭക്ഷണം കൊണ്ടുവരുവിൻ എന്ന് കൽപ്പിച്ചു. അവർ അവന് പ്രത്യേകവും അവർക്ക് പ്രത്യേകവും കൊണ്ടുവന്ന് വെച്ചു. മിസ്രയീമ്യർ എബ്രായരോട് കൂടെ ഭക്ഷണം കഴിക്കില്ല. അത് മിസ്രയീമ്യർക്ക് വെറുപ്പാകുന്നു. ഇപ്പൊ യോസഫ് ഇപ്പുറം ഇരുന്ന് ഭക്ഷണം കഴിക്കുക. യോസഫിന്റെ സഹോദരന്മാർക്ക് ഇടയ്ക്ക് ഒരു കർട്ടൻ ഇട്ടിരിക്കുക. കാരണം യോസഫ് മിസ്രയീമിന്റെ മന്ത്രിയാണ്. എബ്രായരൊന്നും കൂടെ ഇരുത്താൻ കൊള്ളത്തില്ല. ഇപ്പൊ യോസഫിന്റെ ഒറ്റ നിലവിളിയിൽ ആ കർട്ടൻ അങ്ങ് മാറി. ആ കർട്ടൻ മാറിയിട്ട് ഇപ്പൊ സഹോദരന്മാർക്ക് യോസഫിന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാം. ഒറ്റ നിലവിളി കൊണ്ട് കർട്ടൻ മാറുകയാണ്. അതാണ് കാൽവരിയിൽ യേശു കർത്താവ് നിലവിളിക്കുമ്പോൾ യെരുശലേം ദൈവാലയത്തിന്റെ തിരശീല മേൽ തൊട്ട് താഴോട്ട് ചീന്തിപ്പോരുകയാണ്. വേർപാടിന്റെ നടിച്ചുവരും മാറുകയാണ്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഇതിന്റെ വേറൊരു ഭാഗം വന്നായിരുന്നു, 50 അധ്യായത്തിൽ. അപ്പൊ ഞാൻ കുറെ കൂടെ പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് സഹോദരന്മാർ വീണ്ടും ആ യോസഫിന്റെ സ്നേഹത്തെ സംശയിക്കുന്ന ഭാഗം അതിനകത്തുണ്ട്. ഇനി 2 ദിനവൃത്താന്തം 20:1 മുതലുള്ള ഭാഗങ്ങളാണ്. 2 ദിനവൃത്താന്തം 20:1 മുതൽ. ും 1 മുതൽ 10 വരെ. അതിനുശേഷം മോവാബ്യരും അമ്മോന്യരും അവരോടുകൂടെ മെയൂന്യരിൽ ചിലരും യഹോശാഫാത്തിന്റെ നേരെ യുദ്ധത്തിന് വന്നു. ചിലർ വന്ന് യഹോശാഫാത്തിനോട്, വലിയൊരു ജനസമൂഹം കടലിനക്കരെ നിന്ന് അരാമിൽ നിന്ന് നിന്റെ നേരെ വരുന്നു.
ഇതാ അവർ ഏൻഗതി എന്ന ഹസസോൻ തമാരിലുണ്ടെന്നറിയിച്ചു. യഹോശാഫാത്ത് ഭയപ്പെട്ടു, യഹോവയെ അന്വേഷിപ്പാൻ താല്പര്യപ്പെട്ടു, യഹൂദയിലൊക്കെയും ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്തു. യഹോവയോട് സഹായം ചോദിപ്പാൻ യഹൂദർ ഒന്നിച്ചുകൂടി. സകല യഹൂദ നഗരങ്ങളിൽ നിന്നും അവർ യഹോവയെ അന്വേഷിപ്പാൻ വന്നു. യഹോശാഫാത്ത് യഹോവയുടെ ആലയത്തിൽ പുതിയ പ്രാകാരത്തിന്റെ മുമ്പിൽ യഹൂദയുടെയും യെരുശലേമിന്റെയും സഭാമധ്യം നിന്നുകൊണ്ട് പറഞ്ഞെന്തെന്നാൽ, ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവേ, നീ സ്വർഗസ്ഥനായ ദൈവമല്ലോ, നീ ജാതികളുടെ സകല രാജ്യങ്ങളെയും ഭരിക്കുന്നുവല്ലോ, ആർക്കും എതിർപ്പാൻ കഴിയാത്ത ശക്തിയും പരാക്രമവും നിനക്കുണ്ടല്ലോ. ഞങ്ങളുടെ ദൈവമേ, നീ നിന്റെ ജനമായ ഇസ്രായേലിന്റെ മുമ്പിൽ നിന്ന് ഈ ദേശത്തിലെ നിവാസികളെ നീക്കിക്കളഞ്ഞ് അത് നിന്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ സന്തതിക്ക് ശാശ്വതമായി കൊടുത്തുവല്ലോ. അവർ അതിൽ പാർത്തു. ന്യായവിധിയുടെ വാൾ, മഹാമാരി, ക്ഷാമം എന്നിങ്ങനെയുള്ള വല്ല അനർത്ഥവും ഞങ്ങൾക്ക് വരുമ്പോൾ ഞങ്ങൾ ഈ ആലയത്തിന്റെ മുമ്പിൽ നിന്റെ സന്നിധിയിലും വന്ന് നിന്ന് നിന്റെ നാമം ഈ ആലയത്തിലുണ്ടല്ലോ, ഞങ്ങളുടെ സങ്കടത്തിൽ നിന്നോട് നിലവിളിക്കുമ്പോൾ നീ കേട്ട് രക്ഷ വരുത്തുകയും ചെയ്യും. അതിൽ തിരുനാമത്തിനു വേണ്ടി നിനക്കൊരു വിശുദ്ധ മന്ദിരം പണിതു. ഇസ്രായേൽ മിസ്രൈം ദേശത്തു നിന്ന് വരുമ്പോൾ അവർ അമ്മോന്യരെയും മോവാബ്യരെയും സെയിൻ പർവ്വതക്കാരെയും ആക്രമിപ്പാൻ നീ അനുവാദം കൊടുത്തില്ലല്ലോ. അവർ ഇതാ അവരെ നശിപ്പിക്കാതെ വിട്ടുമാറി. ഇപ്പോൾ ഇതാ നീ ഞങ്ങൾക്ക് കൈവശപ്പെടുത്തുന്ന നിന്റെ അവകാശത്തിൽ നിന്ന് ഞങ്ങളെ നീക്കിക്കളയാൻ അവർ വരുന്നു. ഞങ്ങൾക്ക് ഇങ്ങനെ പ്രതിഫലം തരുന്നു. ദൈവമേ, നീ അവരെ ന്യായം വിധിക്കയില്ലയോ? ഇറ്റ് ഈസ് എ പ്രേയർ. അമ്മോന്യരും മോവാബ്യരും യുദ്ധത്തിന് വരുന്നു. അപ്പോൾ യഹോശാഫാത്ത് ദൈവത്തിന്റെ സന്നിധി ചെല്ലുകയാണ് സഹായത്തിന്. വലിയൊരു ജനസമൂഹം വന്നിട്ട് അവരെല്ലാം കൂടെ യഹൂദയിലൊക്കെ ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്തു. ഈ വെടി കൊള്ളുമ്പോഴാണ് പന്നി മുകളിലോട്ട് നോക്കുന്നത് എന്ന് പറയുന്നത് പോലെ മനുഷ്യന്റെ സഹജമായ ഒരു പ്രവൃത്തിയാണ്. ഒരു പ്രതികൂലം വരുമ്പോഴാണ് ദൈവത്തെ അന്വേഷിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്. ഇപ്പൊ ഒരു യുദ്ധം നേരിട്ടു, രക്ഷയില്ലാന്ന് തോന്നി, എന്നാ പിന്നെ പ്രാർത്ഥിച്ചേക്കാം, ദൈവത്തെ അന്വേഷിച്ചേക്കാം. ഒരു മനുഷ്യന്റെ സ്വാഭാവികമായ ഒരു കാര്യമാണ്. ഇപ്പൊ ദൈവവുമായിട്ട് സ്ഥായിയായ ഒരു ബന്ധം അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനേക്കാൾ ഉപരി യഹോവയെ അന്വേഷിക്കാൻ വേണ്ടി അവിടെ നിന്ന് ഇവിടുന്നൊക്കെ അന്നൊരാൾ വന്നെന്നാണ്. ഇപ്പൊ ഒരു ട്രൂ സ്പിരിച്വാലിറ്റി അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. യെശയ്യാ പ്രവചനം 63:7 മുതൽ 19 വരെ. യെശയ്യാ പ്രവചനം 63:7 മുതൽ 19. യഹോവ നമുക്ക് നൽകിയതുപോലെയൊക്കെ ഞാൻ യഹോവയുടെ പ്രീതി വാത്സല്യത്തെയും യഹോവയുടെ സ്തുതിയെയും അവന്റെ കരുണയ്ക്കും മഹാദയയ്ക്കും ഒത്തവണ്ണം അവൻ ഇസ്രായേൽ ഗൃഹത്തിന് കാണിച്ച വലിയ നന്മയെയും കീർത്തിക്കും. അവർ എന്റെ ജനം, കപടം കാണിക്കാത്ത മക്കൾ തന്നെ എന്ന് പറഞ്ഞ് അവൻ അവർക്ക് രക്ഷിതാവായി തീർന്നു. അവരുടെ കഷ്ടതയിലൊക്കെയും അവൻ കഷ്ടപ്പെട്ടു. അവന്റെ സമ്മുഖ ദൂതൻ അവരെ രക്ഷിച്ചു. തന്റെ സ്നേഹത്തിലും കനിവിലും അവൻ അവരെ വീണ്ടെടുത്തു. പുരാതന കാലത്തൊക്കെയും അവൻ അവരെ ചുമന്നുകൊണ്ട് നടന്നു. എന്നാൽ അവർ മത്സരിച്ച് അവന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു. അതുകൊണ്ട് അവൻ അവർക്ക് ശത്രുവായി തീർന്നു. താൻ തന്നെ അവരോട് യുദ്ധം ചെയ്തു. അപ്പോൾ അവന്റെ ജനം മോശയുടെ കാലമായ പുരാതന കാലം ഓർത്തു പറഞ്ഞത്, അവരെ തന്റെ ആടുകളുടെ ഇടയനോടുകൂടെ സമുദ്രത്തിൽ നിന്ന് കരേറുമാറാക്കിയവൻ എവിടെ? അവരുടെ ഉള്ളിൽ തന്റെ പരിശുദ്ധാത്മാവിനെ കൊടുത്തവൻ എവിടെ? തന്റെ മഹത്വമുള്ള ഭുജം മോശയുടെ വലം കൈക്കൽ ചെല്ലുമാറാക്കി തനിക്കൊരു ശാശ്വത നാമം ഉണ്ടാക്കേണ്ടതിന് അവരുടെ മുമ്പിൽ വെള്ളം വിഭാഗിക്കുകയും അവർ ഇടറാതെ വണ്ണം മരുഭൂമിയിൽ ഒരു കുതിരയെ പോലെ അവരെ ആഴങ്ങളിൽ കൂടെ നടത്തുകയും ചെയ്തവൻ എവിടെ? താഴ്വരയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന കന്നുകാലികളെ പോലെ യഹോവയുടെ ആത്മാവ് അവരെ തഞ്ചുമാറാക്കി. അങ്ങനെ നീ നിനക്ക് മഹത്വമുള്ളൊരു നാമം ഉണ്ടാക്കേണ്ടതിന് നിന്റെ ജനത്തെ നടത്തി. സ്വർഗത്തിൽ നിന്ന് നോക്കി വിശുദ്ധിയും മഹത്വമുള്ള നിന്റെ വാസസ്ഥലത്ത് നിന്ന് കടാക്ഷിക്കണമേ. നിന്റെ തീക്ഷ്ണതയും വീര്യ പ്രവൃത്തികളും എവിടെ? നിന്റെ മനസ്സലിവും കരുണയും എന്നോട് കാണിക്കത്തവണ്ണം എന്നെ നീ അടക്കി വെച്ചിരിക്കുന്നു. നീയല്ലോ ഞങ്ങളുടെ പിതാവ്. അബ്രഹാം ഞങ്ങളെ അറിയുന്നില്ല, ഇസ്രായേലിന് ഞങ്ങളെ തിരിയുന്നതുമില്ല. നീയോ യഹോവേ ഞങ്ങളുടെ പിതാവാകുന്നു. യുഗാരംഭം മുതൽ ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ എന്നാകുന്നു നിന്റെ നാമം. യഹോവേ, നീ ഞങ്ങളെ നിന്റെ വഴി വിട്ട് തെറ്റിമാറാക്കുന്നതും നിന്നെ ഭയപ്പെടാതെ വണ്ണം ഞങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കുന്നതും എന്ത്? നിന്റെ അവകാശഗോത്രങ്ങളായ നിന്റെ ദാസന്മാർ നിമിത്തം മടങ്ങി വരണമേ. നിന്റെ വിശുദ്ധ ജനത്തിന് അല്പകാലത്തേക്ക് മാത്രം കൈവശമായ ശേഷം നിന്റെ വിശുദ്ധ മന്ദിരത്തെ ഞങ്ങളുടെ വൈരികൾ ചവിട്ടിക്കളഞ്ഞു. ഞങ്ങളിതാ നീ ഒരിക്കലും വാണിട്ടില്ലാത്തവരും നിന്റെ നാമം വിളിക്കപ്പെട്ടില്ലാത്തവരും എന്ന പോലെ ആയിത്തീർന്നിരിക്കുന്നു. ഈ 63 അധ്യായം തുടങ്ങുമ്പോൾ ഏദോമിൽ നിന്ന് രക്താംബരം ധരിച്ചുകൊണ്ട് ബൊസ്രയിൽ നിന്ന് വരുന്ന ഒരുവനാർ വസ്ത്രാലങ്കൃതനായി തന്റെ ശക്തിയുടെ മഹാത്മ്യത്തിൽ നടകൊള്ളുന്ന ഒരു മെസ്സിയാനിക് പ്രോഫസിയാണ്. ഇത് നമുക്ക് വായിക്കാനുള്ളത് 7-ാമത്തെ വാക്യം തൊട്ടാണ്. ഇവിടെ നമ്മൾ കാണുന്നത് ഭയങ്കര എന്നാണ് പറഞ്ഞത്, സോപ്പിടിയില്ല അവിടെ കാണുകയാണ്. കാരണം ഇവർ തോന്നിവാസം എല്ലാം നടന്നിട്ട് ഇവർ പ്രശ്നത്തിലായി. ഇവരുടെ ഹൃദയം കഠിനമായി പോയി. ദൈവത്തെ വിളിക്കുന്നില്ല, ദൈവത്തോട് ബന്ധമില്ല. അപ്പൊ ഇവർ ഭയങ്കര പ്രാർത്ഥനയാണ്. ഇവർ പ്രാർത്ഥിക്കുക ചോദിക്കുക നിങ്ങൾ ശ്രദ്ധിക്കണം.
17-ാമത്തെ വാക്യം നിങ്ങളൊന്ന് നോക്കിക്കേ, 63-ന്റെ അവിടെ പറയാണ്, യഹോവേ നീ ഞങ്ങളെ നിന്റെ വഴി വിട്ട് തെറ്റുമാറാക്കുന്നതും നിന്നെ ഭയപ്പെടാതെ വണ്ണം ഞങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കുന്നതും എന്ത്. കണ്ടോ, ഇപ്പൊ കുറ്റം ദൈവത്തിനാണ്. ദൈവമേ നീ ഞങ്ങളെ നിന്റെ വഴി വിട്ട് തെറ്റുമാറാക്കി, നീ ഞങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കി. കണ്ടോ, ഇവര് ദൈവത്തെ വിട്ട് തെറ്റിപ്പോയി, ഇവര് ഹൃദയത്തെ കഠിനമാക്കി, ഇവര് സ്വാർത്ഥതയിലും ജഡീകതയിലും മുഴുകി. ഇപ്പൊ പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ ഇവര് പ്രാർത്ഥിക്കുക, കർത്താവെ നീ ഞങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കിയല്ലോ, എന്നാലും ഞങ്ങളെ ഇങ്ങനെയൊക്കെ. ഇതാണ് നമ്മുടെ സ്പിരിച്വാലിറ്റിയെ കുറിച്ചുള്ള ഒരു. ഒത്തിരി ആളുകൾ എന്നെ ഇങ്ങനെ വിളിക്കും, അവർ പറയും ഞങ്ങൾ പാപം ചെയ്യുന്നു, ഞങ്ങൾ തെറ്റിപ്പോകുന്നു, ദൈവം എന്തോ നോക്കിക്കൊണ്ടിരിക്കുക, ദൈവത്തിന് ഞങ്ങളെ പാപമില്ലാതെ അങ്ങ് ആക്കാൻ വരെ. അപ്പൊ പാപം നോക്കാതെ നിങ്ങളുടെ കണ്ണ് കുത്തിക്കളഞ്ഞാലോ ദൈവം, 2 കണ്ണും പോയോ, കണ്ണ് പോയല്ലോ, കണ്ണ് കളഞ്ഞല്ലോ കർത്താവ്. കർത്താവ് എന്താ ചെയ്യേണ്ടത്? ഞങ്ങൾക്ക് പാപം ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിയുള്ളതുകൊണ്ടല്ലേ, നിങ്ങളെ മന്ദബുദ്ധിയാക്കിയാലോ. ഇപ്പൊ മനുഷ്യന്റെ സഹജമായ റിബല്യസ് നേച്ചറാണ്, മത്സരമാണ്. അവൻ ദൈവത്തെ മറന്ന് നടന്നിട്ട് ഭയങ്കര പ്രാർത്ഥനയാണ്. ഇപ്പൊ ഇവിടെ പറയാണ്, യഹോവയുടെ പ്രീതി വാത്സല്യത്തെയും യഹോവയുടെ സ്തുതിയെയും അവന്റെ കരുണയ്ക്കും മഹാദയയ്ക്കും ഒത്തവണ്ണം അവൻ ഇസ്രായേലിനോട് ഗൃഹത്തോട് കാണിച്ച വലിയ നന്മയെ കീർത്തിക്കും. അവർ എന്റെ ജനം, കപടം കാണിക്കാത്ത മക്കൾ എന്ന് പറഞ്ഞാണ് ദൈവം നമ്മുടെ കൂടെ കൂടിയത്. അവന്റെ സമ്മുഖ ദൂതൻ അവരെ രക്ഷിച്ചു. കഷ്ടതയിലൊക്കെയും അവൻ കഷ്ടപ്പെട്ടു. ഇത് കർത്താവിന്റെ ക്രൂശിലെ കഷ്ടതയെ കുറിച്ചുള്ള ഒരു പ്രവചനം കൂടിയാണ്. അവരുടെ കഷ്ടതയിലൊക്കെയും അവൻ കഷ്ടപ്പെട്ടു. യഹോവയുടെ സമ്മുഖ ദൂതൻ, ഇതൊരു സ്പെഷ്യൽ ദൂതനാണ്. പഴയ നിമിത്തിൽ കാണുന്ന ഏഞ്ചൽ ഓഫ് ദ ലോർഡ്. ഇത് സാധാരണ ഒരു ദൂതനോ മാലാഖയോ അല്ല. യഹോവയുടെ സമ്മുഖ ദൂതൻ എന്ന് പറഞ്ഞാൽ പുത്രൻ തമ്പുരാനെ കുറിച്ച് പറയുന്ന പ്രത്യേക പരാമർശമാണ്. യഹോവയുടെ സമ്മുഖ ദൂതൻ. എന്താണ് സമ്മുഖ ദൂതൻ എന്ന് പറഞ്ഞാൽ? യഹോവയെ മുഖാമുഖം കണ്ടുകൊണ്ടിരിക്കുന്ന ദൂതൻ, ഫേസ് ടു ഫേസ്, പ്രോസോപോൺ. അതാണ് യോഹന്നാൻ ശ്ലീഹ സുവിശേഷം എഴുതുമ്പോൾ 1-ാം അധ്യായത്തിൽ പറയുന്നത്, പിതാവിന്റെ മടിയിലിരുന്ന ഏകജാതനായ പുത്രൻ എന്ന് പറഞ്ഞാൽ പിതാവിനോട് മുഖാമുഖം നോക്കിക്കൊണ്ടിരുന്ന, ഇങ്ങനെ മടിയിലിരുന്ന് ഇങ്ങനെ നേരെ മുഖാമുഖം നോക്കുന്ന, അമ്മ കുഞ്ഞിനെ ഇങ്ങനെ പിടിച്ചിട്ട് നേരെ മുഖാമുഖം നോക്കും, കണ്ണിൽ കണ്ണിൽ നോക്കിയിരുന്ന, അതാണ് സമ്മുഖദൂതൻ, ദൈവത്തിന്റെ സമ്മുഖദൂതൻ. ആ ദൈവത്തിന്റെ സമ്മുഖദൂതൻ പഴയ കാലത്ത് എന്ത് ചെയ്തു? അവന്റെ സമ്മുഖദൂതൻ അവരെ രക്ഷിച്ചു. തന്റെ സ്നേഹത്തിലും കനിവിലും അവൻ അവരെ വീണ്ടെടുത്തു, വീണ്ടെടുത്തു, വീണ്ടെടുത്തു. ഹി റിഡീംഡ്. ഹു ഈസ് അവർ റിഡീമർ? And the Son of God. In all their affliction he was afflicted, and the angel of his presence saved them. In his love and in his pity he redeemed them, and he bore them and carried them all the days of old. പുരാതന കാലത്തൊക്കെയും അവൻ അവരെ ചുമന്നുകൊണ്ട് നടന്നു, വഹിച്ചുകൊണ്ട് നടന്നു, തന്റെ ചിറകിന്മേൽ അവരെ വഹിച്ചു. But they rebelled and grieved his Holy Spirit. ട്രിനിറ്റി നിങ്ങളവിടെ കാണുന്നു, മനസ്സിലാകുന്നുണ്ടോ? ദൈവം, ദൈവത്തിന്റെ ദൂതൻ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ദൂതൻ എന്ന് പറയുന്നത് സമ്മുഖ ദൂതനാണ്, അത് പുത്രനാണ്. അപ്പൊ നമ്മളവിടെ ദൈവത്തെ കാണുന്നു, പുത്രനെ കാണുന്നു, പരിശുദ്ധാത്മാവിനെ കാണുന്നു. ഈ ഓൾഡ് ടെസ്റ്റമെന്റ് ട്രിനിറ്റി ഇല്ലെന്നൊക്കെ പറഞ്ഞ് ഈ കൊണ്ടുവരുന്ന ആളുകളുണ്ട്. നിങ്ങളവിടെ നോക്കുക. He turned himself against them as an army, and he fought against them. Then he remembered the days of the old, Moses and his people, saying, where is he who brought them up out of the sea? പിന്നെയാണ് ചോദ്യങ്ങൾ തുടങ്ങുന്നത്. മനുഷ്യന് കഷ്ടത വരുമ്പോൾ ചോദ്യങ്ങളാണ്. ചോദ്യങ്ങൾ നോക്ക്. അവരെ തന്റെ ആടുകളുടെ ഇടയനോടുകൂടെ സമുദ്രത്തിൽ നിന്ന് കരയേറുമാറാക്കിയവനെവിടെ? ദൈവമേ നീ എവിടെ? മോശയുടെ നേതൃത്വത്തിൽ ഞങ്ങളുടെ പിതാക്കന്മാർ പോന്നപ്പോൾ മരുഭൂമിയിലൂടെ അവരെ നടത്തി, ചെങ്കടലിനെ വിഭജിച്ച് ആ കടലിൽ നിന്ന് അവരെ കരയേറുമാറാക്കിയ ദൈവമേ നീ എവിടെ? അവരുടെ ഉള്ളിൽ തന്റെ പരിശുദ്ധാത്മാവിനെ കൊടുത്തവനെവിടെ? തന്റെ മഹത്വമുള്ള ഭുജം മോശയുടെ വലം കൈക്ക് ചെല്ലുമാറാക്കി തനിക്കൊരു ശാശ്വത നാമം ഉണ്ടാകേണ്ടതിന് അവരുടെ മുമ്പിൽ വെള്ളം വിഭാഗിക്കുകയും അവരുടെ ഇടറാതെ വണ്ണം മരുഭൂമിയിൽ ഒരു കുതിരയെ പോലെ ആഴങ്ങളിൽ കൂടെ നടത്തുകയും ചെയ്തവൻ എവിടെ? ഇതാണ് നമ്മുടെ ഗിദെയോൻ ചോദിച്ചത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച ഗിദെയോൻ ചോദിച്ചു, യഹോവ എവിടെ? അവന്റെ അത്ഭുതങ്ങൾ എവിടെ? ദാറ്റ്സ് ദ ക്വസ്റ്റ്യൻ.
താഴ്വരയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന കന്നുകാലികളെ പോലെ യഹോവയുടെ ആത്മാവ് അവരെ തഞ്ചുമാറാക്കി. എന്ന് പറഞ്ഞാൽ ഈ താഴ്വരകളിൽ പുല്ല് നിറഞ്ഞു നിൽക്കുന്ന താഴ്വരകളിലേക്ക് മേയുവാൻ വേണ്ടി കന്നുകാലികൾ ഇറങ്ങി പോകുന്നത് പോലെ അത്രമാത്രം അവരെ ഉത്സാഹഭരിതരാക്കി, ധൈര്യശാലികളാക്കി, പ്രത്യാശ നിറഞ്ഞവരാക്കി അവരെ നടത്തിയ പരിശുദ്ധാത്മാവ് എവിടെ? ഇന്നതൊക്കെ പോയി എല്ലാവരും ചുരുണ്ട് ഭയപ്പെട്ട് മരണഭീതിയിൽ നിരാശയിൽ വീടിനകത്ത് ഒരു എലിമാളത്തിൽ എന്നതുപോലെ ചുരുണ്ടുകൂടിയിരിക്കുമ്പോൾ ചോദിക്കുന്നു, ദൈവമേ നീ എവിടെ? ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ നീ എവിടെ? നിന്റെ വാഗ്ദാനങ്ങൾ എവിടെ? നിന്റെ പരിശുദ്ധാത്മാവ് എവിടെ? നീ നിനക്ക് മഹത്വമുള്ള ഒരു നാമം ഉണ്ടാക്കേണ്ടതിന് നിന്റെ ജനത്തെ നടത്തി സ്വർഗത്തിൽ നിന്ന് നോക്കി വിശുദ്ധി മഹത്വമുള്ള നിന്റെ വാസസ്ഥലത്ത് നിന്ന് കടാക്ഷിക്കണമേ. നിന്റെ തീഷ്ണതയും വീര്യപ്രവർത്തികളും എവിടെ ദൈവമേ? എവിടെ? എവിടെ? നിന്റെ മനസ്സലിവും കരുണയും എവിടെയാണ് കർത്താവേ? നീ അത് എന്നോട് കാണിക്കാതെ വണ്ണം അടക്കി വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നീയല്ലോ ദൈവമേ ഞങ്ങളുടെ പിതാവ്. അബ്രഹാം ഞങ്ങളെ അറിയുന്നില്ല, ഇസ്രായേലിന് ഞങ്ങളെ തിരിയുന്നില്ല. നീയോ യഹോവേ ഞങ്ങളുടെ പിതാവാകുന്നു. യുഗാരംഭം മുതൽ ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ എന്നാകും നിന്റെ നാമം. യഹോവേ നീ ഞങ്ങളെ, പിന്നെയാണ് പറഞ്ഞത്, ഞങ്ങൾ വഴിതെറ്റിപ്പോയി, ഒരിക്കലും ഞങ്ങൾക്ക് നിന്റെ നാമം വിളിക്കപ്പെട്ടിട്ടില്ല, നീയുമായിട്ട് ഒരു ബന്ധവും ഞങ്ങൾക്കുണ്ടായിട്ടില്ല എന്ന വിധത്തിൽ ഞങ്ങൾ തിരസ്കൃതരായി, ഞങ്ങൾ ഇതാ ഉപേക്ഷിക്കപ്പെട്ടവരെ പോലെ ആയിരിക്കുന്നു. ഹാവ് മേഴ്സി അപ്പോൺ മീ ലോർഡ്, ഹാവ് മേഴ്സി അപ്പോൺ മീ. പരിത്യജിക്കപ്പെട്ടു എന്ന് തോന്നുന്ന ദൈവജനത്തിന്റെ നിലവിളിയാണ് നമ്മളിവിടെ കാണുന്നത്. ഈ ദാനിയേലിന്റെ പുസ്തകം 7-ാം അധ്യായം 9 മുതൽ 18 വരെ. ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അവർ ന്യായാസനങ്ങളെ വെച്ചു. വയോധികനായ ഒരുത്തൻ ഇരുന്നു. അവന്റെ വസ്ത്രം ഹിമം പോലെ വെളുത്തതും അവന്റെ തലമുടി നിർമ്മലമായ ആട്ടുരോമം പോലെയും അവന്റെ സിംഹാസനം അഗ്നിജ്വാലയും അവന്റെ രഥചക്രങ്ങൾ കത്തുന്ന തീയുമായിരുന്നു. ഒരു അഗ്നി നദി അവന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടൊഴുകി. 1000 പേർ അവന് ശുശ്രൂഷ ചെയ്തു. 10,000 പേർ അവന്റെ മുമ്പാകെ നിന്നു. ന്യായവിസ്താര സഭ ഇരുന്നു. പുസ്തകങ്ങൾ തുറന്നു. കൊമ്പ് സംസാരിച്ച വലിയ വാക്കുകളുടെ ശബ്ദം നിമിത്തം ഞാൻ അപ്പോൾ നോക്കി. അവർ മൃഗത്തെ കൊല്ലുകയും അതിന്റെ ഉടലിനെ നശിപ്പിച്ച് തീയിലിട്ട് ചുട്ടുകളയും ചെയ്യുവോളം ഞാൻ നോക്കിക്കൊണ്ടിരുന്നു. ശേഷം മൃഗങ്ങളോ അവയുടെ ആധിപത്യത്തിന് നീക്കം ഭവിച്ചു. എന്നിട്ടും അവയുടെ ആയുസ് ഒരു സമയത്തേക്കും കാലത്തേക്കും നീണ്ടു നിന്നു. രാത്രി ദർശനങ്ങളിൽ മനുഷ്യപുത്രനോട് സദൃശനായ ഒരുത്തൻ ആകാശമേഘങ്ങളോടെ വരുന്നത് ഞാൻ കണ്ടു. അവൻ വയോധികന്റെ അടുക്കൽ ചെന്നു. അവർ അവനെ അവന്റെ മുമ്പിൽ അടുത്തു വരുമാറാക്കി. സകല വംശങ്ങളും ഭാഷക്കാരും ജാതികളും അവനെ സേവിക്കേണ്ടതിന് അവൻ ആധിപത്യവും മഹത്വവും രാജത്വവും ലഭിച്ചു. അവന്റെ ആധിപത്യം നീങ്ങിപ്പോകാത്ത നിത്യ ആധിപത്യവും അവന്റെ രാജത്വം നശിച്ചു പോകാത്തതും ആകുന്നു. ദാനിയേൽ എന്ന ഞാനോ എന്റെ ഉള്ളിൽ എന്റെ മനസ്സ് വ്യസനിച്ചു. എനിക്കുണ്ടായ ദർശനങ്ങളിൽ ഞാൻ പരവശനായി. ഞാൻ അരികെ നിൽക്കുന്നവരിൽ ഒരുത്തന്റെ അടുക്കൽ ചെന്ന് അവനോട്, ഈ എല്ലാത്തിന്റെയും സാരം എന്താണ്? എനിക്ക് പറഞ്ഞു തരണമേ എന്ന് പറഞ്ഞു. അവൻ ആ കാര്യങ്ങളുടെ അർത്ഥം പറഞ്ഞു തന്നു. 4 മഹാമൃഗങ്ങൾ ഭൂമിയിൽ ഉണ്ടാകുവാനിരിക്കുന്ന 4 രാജാക്കന്മാരാകുന്നു. എന്നാൽ അത്യുന്നതനായവന്റെ വിശുദ്ധന്മാർ രാജത്വം പ്രാപിച്ച് എന്നേക്കും സദാകാലത്തേക്കും രാജത്വം അനുഭവിക്കും. എന്നാൽ മറ്റേ സകല മൃഗങ്ങളിലും വെച്ച് വ്യത്യാസമുള്ളതും ഇരുമ്പ് പല്ലും താമര നഖങ്ങളും ഉള്ളതായി അതിഭയങ്കരമായത് തിന്നുകയും തകർക്കുകയും ശേഷിച്ചതിനെ കാൽ കൊണ്ട് ചവിട്ടിക്കളയുകയും ചെയ്തതുമായ 4ാമത്തെ മൃഗത്തെക്കുറിച്ചും അതിന്റെ തലയിലുള്ള 10 കൊമ്പുകളെക്കുറിച്ചും മുളച്ചു വന്നതും 3 കൊമ്പ് വീഴ്ചതും കണ്ടും വമ്പും പറയുന്നവായും ഉള്ളതും കൂട്ടുകൊമ്പുകളെക്കാൾ കാഴ്ചയ്ക്ക് വണ്ണമേറിയതുമായ മറ്റേ കൊമ്പിനെ കുറിച്ചും ഉള്ള വിവരം അറിയുവാൻ ഞാൻ ഇച്ഛിച്ചു. വയോധികനായവൻ വന്ന് അത്യുന്നതനായവന്റെ വിശുദ്ധന്മാർക്ക് ന്യായാധിപത്യം നൽകുകയും വിശുദ്ധന്മാർ രാജത്വം കൈവശമാക്കുകയും കാലം വരുവോളം ആ കൊമ്പ് വിശുദ്ധന്മാരുടെ യുദ്ധം ചെയ്ത് അവരെ ജയിക്കുന്നത് ഞാൻ കണ്ടു. ഇറ്റ്സ് എ പ്രോഫസി, വിഷൻ, ഫ്യൂച്ചറിസ്റ്റിക് വിഷനാണ് ദാനിയേലിന് കിട്ടുന്നത്. ദാനിയേല് ഇതിന്റെ അർത്ഥം ചോദിച്ചു. ഇതിന്റെ അർത്ഥം അറിയാൻ വേണ്ടി ദാനിയേൽ ഉപവസിച്ചു. ഇവിടെയാണ് ദാനിയേൽ 21 ദിവസം ഉപവസിച്ചു. ദാനിയേൽ 21 ദിവസം ഉപവസിച്ചു. ദാനിയേൽ ഉപവസിച്ച് 21-ാം ദിവസം ഉത്തരം വന്നു. ഉത്തരം വരുന്നവരെയാണ് ഉപവാസം. പിന്നെ ദാനിയേൽ ഫർദർ എക്സ്പ്ലനേഷൻ ചോദിച്ചു. കുറെ കാര്യങ്ങളൊക്കെ ദൂതൻ പറഞ്ഞു കൊടുത്തു. ദാനിയേൽ പിന്നെയും ഉപവാസം ഇരിക്കാൻ ഒരുങ്ങി. കുറെ കൂടെ ഡീറ്റെയിൽസ് വേണം. അപ്പോൾ ദാനിയേൽ വീണ്ടും ഉപവസിച്ചാൽ ദൈവത്തിന് പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോ ദാനിയേലിന് പറഞ്ഞു, ദാനിയേലേ നീ ഇപ്പോ പോയിക്കൊള്ളുക, വിശ്രമിക്കുക. ഡോണ്ട് ആസ്ക് ഫർദർ ക്വസ്റ്റ്യൻസ്. ദാറ്റ്സ് ഇറ്റ്. ഭയങ്കര അന്ത്യകാല സംഭവങ്ങളാണ്. ആളുകൾക്ക് ഭയങ്കര പഠിത്തമാണ്. ദാനിയേലിനോട് പറയാണ്,
ദാനിയേലേ, നീ പോയിക്കൊള്ളുക, നീ പോയി വിശ്രമിക്കുക. നീയോ അവസാനം വരുവോളം പോയിക്കൊള്ളുക, വിശ്രമിച്ച് കാലാവസാനത്തേക്ക് നിന്റെ ഓഹരി പ്രാപിപ്പാൻ എഴുന്നേറ്റ് വരിക. ദൈവം ചില കാര്യങ്ങളെ തനിക്ക് വേണ്ടി മുദ്രയിട്ട് വെച്ചിട്ടുണ്ട്. അത് പറയാൻ ദൈവം ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തിൽ നിങ്ങൾ നോക്കുക. അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം 6-ാം വാക്യം. അവർ ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവർ അവനോട്, കർത്താവേ, നീ ഇസ്രായേലിന് ഈ കാലത്തിലാണോ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നെന്ന് ചോദിച്ചു. അവൻ അവരോട്, പിതാവ് സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല, 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 നിങ്ങൾക്കുള്ളതല്ല. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ ഈശോ മിശിഹ അപ്പോസ്തലന്മാരോട് പറഞ്ഞു, നിങ്ങൾക്കുള്ളതല്ല, നിങ്ങൾക്കുള്ളതല്ല, നിങ്ങൾക്കുള്ളതല്ല. അതുകൊണ്ട് അപ്പോസ്തോലിക സഭയായ ഓർത്തഡോക്സ് സഭയിൽ അന്ത്യകാലം വിശകലനം ചെയ്യാത്തത് അങ്ങനെ വരുന്നുണ്ട്, ഇങ്ങനെ വരുന്നുണ്ട്. സദ്ദാം ഹുസൈൻ ആയിരിക്കും, മറ്റേ ഹുസൈൻ ആയിരിക്കും, അവന്റെ ഹെലികോപ്റ്റർ ആയിരിക്കും, വാൽത്തുമ്പി ആയിരിക്കും, പിന്നെ വെട്ടുക്കിളി ആയിരിക്കും, കൊരങ്ങായിരിക്കും. ഇതൊന്നുമില്ല. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു അപ്പോസ്തലന്മാരോട് പറഞ്ഞു, അത് നിങ്ങൾക്കുള്ളതല്ല. ഓർത്തഡോക്സ് സഭ ഇന്നും പറയുന്നു ആമേൻ. അതുകൊണ്ടാണ് ഓർത്തഡോക്സിൽ ഈ അന്ത്യകാല സംഭവം അതിലെ കൊരങ്ങ് വരുന്നു, ഇതിലെ ഇത് പറയാത്തത്. ചില ആളുകൾക്ക് അത് ഇഷ്ടപ്പെടില്ല. എന്നിട്ട് പെന്തക്കോസ്തിൽ നിന്ന് ആളുകളെ ഹയർ ചെയ്ത് വെച്ച് മീറ്റിംഗ് നടത്തുകയാണ്. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത് നിങ്ങൾക്കുള്ളതല്ല. ദാനിയേൽ ചോദിച്ചു, കുറച്ച് പറഞ്ഞു കൊടുത്തു. പിന്നെയും ചോദിച്ചപ്പോൾ പറഞ്ഞു, നീ പോയി ഉറങ്ങടാന്ന് പറഞ്ഞു. വയോധികനായ ഒരുവൻ ഇരിക്കുന്നത് നമ്മൾ ദാനിയേലിന്റെ പുസ്തകത്തിൽ കാണുകയാണ്. മനുഷ്യപുത്രനോട് സദൃശ്യനായ ഒരുവൻ ആകാശമേഘങ്ങളിൽ വന്ന് വയോധികന്റെ അടുത്ത് വരികയാണ്. രണ്ടു വ്യക്തികളെ കാണുകയാണ്. പിതാവായ ദൈവത്തെയും പുത്രൻ തമ്പുരാനെയും ദാനിയേൽ കാണുകയാണ്. പുത്രന്റെ രാജത്വം നിത്യാധിപത്യമാണ്, നിത്യരാജത്വമാണ്. ട്രിനിറ്റിയുടെ വിഷൻസ് ആണ്, ഓൾഡ് ടെസ്റ്റമെന്റിൽ നിന്നുള്ള വിഷൻസ് ആണ് നമ്മൾ ഇന്ന് കാണുന്നില്ല. അപ്പോസ്തലപ്രവൃത്തി 14:7 മുതൽ 19 വരെയുള്ള ഭാഗങ്ങളാണ് അടുത്ത്. അപ്പോസ്തലപ്രവൃത്തി 14:7 മുതൽ 19 വരെ. ലുസ്ത്രയിൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായി ഒരിക്കലും നടന്നിട്ടില്ലാതെയും കാലിന് ശക്തിയില്ലാതെയുമുള്ള ഒരു പുരുഷൻ ഇരുന്നിരുന്നു. അവൻ പൗലൂസ് സംസാരിക്കുന്ന കേട്ട് അവനെ ഉറ്റുനോക്കി. സൗഖ്യപ്രായപ്പൻ അവന് വിശ്വാസമുണ്ടെന്ന് കണ്ടിട്ട്, നീ എഴുന്നേറ്റ് കാലൂന്നി നിവർന്നു നിൽക്കുക എന്ന് ഉറക്കെ പറഞ്ഞു. അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. പൗലൂസ് ചെയ്തത് പുരുഷാരം കണ്ടിട്ട്, ദേവന്മാർ മനുഷ്യരൂപത്തിൽ നമ്മുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുകയാണെന്ന് ലുക്കവോന്യ ഭാഷയിൽ നിലവിളിച്ചു പറഞ്ഞു. ബാർണബാസിന് ഇന്ദ്രൻ എന്നും പൗലൂസ് മുഖ്യപ്രസംഗിയാകിയാൽ അവനെ ബുധൻ എന്നും പേർ വിളിച്ചു. പട്ടണത്തിന്റെ പുരോഹിതന്മാർ കാളകളെയും പൂമാലകളെയും ഗോപുരത്തിങ്കിൽ നിന്ന് കൊണ്ടുവന്നു പുരുഷാരത്തോടു കൂടെ യാഗം കഴിപ്പാൻ ഭാവിച്ചു. ഇത് അപ്പോസ്തലന്മാരായ ബർണബാസും പൗലൂസും കേട്ടിട്ട് വസ്ത്രം കീറിക്കൊണ്ട് പുരുഷാരത്തിന്റെ ഇടയിൽ ഓടിച്ചെന്ന് പറഞ്ഞു, നിങ്ങൾ ഈ ചെയ്യുന്ന എന്ത്? ഞങ്ങൾ നിങ്ങളെ പോലെ സമസ്വഭാവമുള്ള മനുഷ്യർ മാത്രമാണ്. നിങ്ങൾ ഈ വ്യർത്ഥ കാര്യങ്ങളെ വിട്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് തിരിയണം എന്നുള്ള സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ അവൻ സകല ജാതികളെയും സ്വന്തം വഴികളിൽ നടപ്പാൻ സമ്മതിച്ചെങ്കിലും അവൻ നന്മ ചെയ്യുകയും ആകാശത്ത് നിന്ന് മഴയും ഫലപുഷ്ടിയുള്ള കാലങ്ങളും നിങ്ങൾക്ക് തരികയും ആഹാരവും സന്തോഷവും നൽകി നിങ്ങളെ തൃപ്തരാക്കുകയും ചെയ്തു പോകുന്നതിനാൽ തന്നെക്കുറിച്ച് സാക്ഷ്യം തരാതിരുന്നിട്ടില്ല. അവർ ഇങ്ങനെ പറഞ്ഞ് തങ്ങൾക്ക് യാഗം കഴിക്കാതെ വണ്ണം പുരുഷാരത്തെ പ്രയാസത്തോടെ തടുത്തു. എന്നാൽ അന്ത്യോക്യയിൽ നിന്നും ഇക്കോണിയിൽ നിന്നും യഹൂദന്മാർ വന്നുകൂടി പുരുഷാരത്തെ വശത്താക്കി പൗലൂസിനെ കല്ലെറിഞ്ഞു. അവൻ മരിച്ചു എന്ന് വിചാരിച്ച് അവനെ പട്ടണത്തിന് പുറത്തേക്ക് ഇഴച്ചു കളഞ്ഞു. എന്നാൽ ശിഷ്യന്മാർ അവനെ ചുറ്റി നിൽക്കിയാൽ അവൻ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെന്നു. പിറ്റന്നാൾ ബർണബാസിനോട് ദർബയ്ക്ക് പോയി. ആ പട്ടണത്തിൽ സുവിശേഷം അറിയിച്ചു. പലരെയും ശിഷ്യരാക്കിയ ശേഷം അവർ ലുസ്ത്ര, ഇക്കോണി, അന്ത്യോക്യ എന്നീ പട്ടണങ്ങളിലേക്ക് മടങ്ങിച്ചെന്നു. വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നാം അനേകം കഷ്ടങ്ങളിൽ കൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോന്നു. അപ്പൊ ദൈവരാജ്യത്തിലേക്ക് കടക്കുന്ന അനേകം കഷ്ടങ്ങളിലൂടെയാണ്, പ്രതികൂലങ്ങളിലൂടെയാണ് എന്ന് പറഞ്ഞ് ശിഷ്യന്മാരെ ഉറപ്പിച്ചു പോന്നു. ഇവിടെ നമ്മൾ പൗലൂസിന്റെ ലുസ്ത്രയിലെ മിനിസ്ട്രിയാണ് കാണുന്നത്. ഇവിടെ കുറച്ച് സംഭവങ്ങളാണ്, എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. അതിനകത്ത് ഒരു കാര്യം നിങ്ങൾ ഓർക്കുക. ഒരു പട്ടണത്തിൽ അവർ ചെല്ലുമ്പോൾ ആദ്യം
പൗലൂസിന് പൂമാലയാണ് കിട്ടുന്നത്. പൂമാലകളുമായിട്ടും കാളകളുമായിട്ടും ഒന്നും യാഗം കഴിക്കാൻ ബുധനാണെന്നും ഇന്ദ്രനാണെന്നും ഒക്കെ വിളിക്കുക, പുകഴ്ത്തുക. കർത്താവിൻ്റെ വലിയൊരു ദാസൻ കുറച്ച് കഴിഞ്ഞപ്പം കല്ലെറിയാണ്. കല്ലേറും പൂമാലയും എന്നുള്ള പ്രയോഗം ഈ സംഭവത്തിൽ നിന്നാണ് വരുന്നത്. മനസ്സിലായോ? കല്ലേറും പൂമാലയും എന്ന ഒരു പ്രയോഗമുണ്ടല്ലോ, ആ ലോകത്ത് എല്ലാ ഭാഷയിലും ഉണ്ട്. മലയാള ഭാഷയിൽ നമ്മൾ പറയാം കല്ലേറും പൂമാലയും. ഈ കല്ലേറും പൂമാലയും എന്ന് ഉള്ള സംഭവം ഇവിടെയാണ് നമ്മൾ കാണുന്നത്. പൗലൂസിന്റെ ഒറ്റ സിറ്റിയിൽ മിനിറ്റുകളുടെ ഇടവേളയിൽ പൂമാല കൊണ്ടുവന്നവർ തന്നെ കല്ലെറിയാണ്. അതേ സിറ്റിയിൽ പൂമാലയും കല്ലേറും. സുവിശേഷം പൂമാലയും കല്ലേറും കിട്ടുന്ന ഒരു മാർഗമാണ്. അപ്പം നമ്മൾ പൂമാല മാത്രം കിട്ടുന്നുവെന്ന് പ്രതീക്ഷിക്കരുത്. ചിലപ്പോൾ കല്ലേറും കിട്ടുന്നിരിക്കും. കല്ലേറ് പ്രതീക്ഷിക്കുക, പൂമാല ബോണസ് ആയിട്ട് എടുക്കുക. ഗലാത്യലേഖനം 5 അധ്യായം 13 മുതൽ 26 വരെ അടുത്ത ഭാഗമാണ്. ഗലാത്യ ലേഖനം 5 അധ്യായം 13 മുതൽ 26 വരെ. സഹോദരന്മാരെ, നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈ സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാക്കുക മാത്രം ചെയ്യാതെ സ്നേഹത്താൽ അന്യോന്യം സേവിപ്പി. കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണമെന്നുള്ള ഏകവാക്യത്തിൽ ന്യായപ്രമാണം മുഴുവനും അടങ്ങിയിരിക്കുന്നു. നിങ്ങൾ അന്യോന്യം കടിക്കുകയും തിന്നുകളയും ചെയ്താൽ ഒരുവനാൽ ഒരുവൻ ഒടുങ്ങിപ്പോകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞ വാക്യമാണല്ലോ, ഇന്നത്തെ വായനഭാഗത്ത് വന്നു. ഒരുവനാൽ ഒരുവൻ ഒടുങ്ങിപ്പോകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മുഖം നിവർത്തിക്കില്ല എന്ന് ഞാൻ പറയുന്നു. മറ്റേ അവന്മാരുടെ ചോദ്യത്തിനുള്ള ഉത്തരം കേട്ടോ. ഏതാ? കർത്താവേ, നീ ഞങ്ങളെ ഹൃദയം കഠിനപ്പെടുത്തി എന്താണ്? നീ പാപത്തിൽ ഞങ്ങൾ ഉന്തിയിട്ട് എന്താണ്? ഇത്രയുള്ള ആത്മാവിനാൽ ജഡത്തിന്റെ ആത്മാവിനെ അനുസരിച്ച് നടപ്പി. ഇന്നലെ വൈകിട്ട് നമ്മൾ വായിച്ചതാ, ദൈവാത്മാവ് നടത്തുന്നവരാണ് ദൈവമക്കൾ. ഇവിടെ പറയാം ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കില്ല എന്ന് ഞാൻ പറയുന്നു. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നു എങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരല്ല. ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറുക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, പരദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം എന്നിവ ആകുന്നു. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവും ഇല്ല. ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ സകല രാഗമോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു. ആത്മാവിനാൽ നാം ജീവിക്കുന്നു എങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക. നാം അന്യോന്യം പോരിന് വിളിച്ചും അന്യോന്യം അസൂയപ്പെട്ടും കൊണ്ട് വൃഥ അഭിമാനികൾ ആകരുത്. ഇതാണ് അവിടെ നമ്മൾ കാണുന്നത്. പരിശുദ്ധാത്മാവിലുള്ള ഒരു ജീവിതത്തെക്കുറിച്ച് പറയുകയാണ്. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രനാക്കി. ലിബർട്ടി ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുയേശുവിലുള്ള സ്വാതന്ത്ര്യം. എന്തിൽ നിന്നാണ് സ്വാതന്ത്ര്യം? പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം, മരണഭയത്തിൽ നിന്ന് സ്വാതന്ത്ര്യം, ന്യായപ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം, ലോകത്തിന്റെ ആദ്യ പാഠങ്ങളിൽ നിന്ന് സ്വാതന്ത്ര്യം, ജഡത്തിന്റെ പ്രവൃത്തികളിൽ നിന്ന് സ്വാതന്ത്ര്യം. ടോട്ടൽ ഫ്രീഡമാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഫൈൻഡിങ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ ഫൈൻഡിങ് ട്രൂ മാസ്റ്റർ എന്നാണ് യഥാർത്ഥത്തിലുള്ള അർത്ഥം. അല്ലാതെ നമുക്ക് സർവതന്ത്ര സ്വതന്ത്രരായിട്ട് കെട്ടുപൊട്ടിപ്പോയ പട്ടം പോലെ പോകുന്നല്ല സ്വാതന്ത്ര്യം. ഫൈൻഡിങ് ട്രൂ മാസ്റ്റർ, ദാറ്റ് ഈസ് ട്രൂ ലിബർട്ടി, പെർഫെക്റ്റ് ജെനുവിൻ ലിബർട്ടിയാണ്. ക്രിസ്തുയേശുവിനെ കണ്ടെത്തുക, പരിശുദ്ധാത്മാവിൽ പൂരിതരാകുക, പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുക, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുക. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നെങ്കിൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല. അപ്പൊ ആത്മാവിൽ അനുസരിക്കാത്തവർക്കുള്ളതാണ് ന്യായപ്രമാണം. അവിടെ എഴുതിയിരിക്കുകയാണ്, നിങ്ങൾ നോക്കണം. 18-ാം വാക്യം, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നു എങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ല. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ സ്വരം കേൾക്കാൻ പറ്റുമോ? then don't bother about the law. പുത്രന്മാർ ഒഴിവുള്ളവരല്ലോ. ശീമോനെ, ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഭൂമിയിലെ രാജാക്കന്മാർ ചുങ്കമോ കരമോ പിരിക്കുന്ന ആരോടാണ്? അന്യന്മാരോടാണോ പുത്രന്മാരോടാണോ? പത്രോസ് പറഞ്ഞു അന്യന്മാരോട്. അപ്പോൾ പുത്രന്മാർ ഒഴിവുള്ളവരാണ്. അപ്പം സൺസ് ഓഫ് ഗോഡ്, അവർക്ക് ഒഴിവുണ്ട്, അവർ ഫ്രീ ആണ്, എല്ലാ ന്യായപ്രമാണത്തിൽ നിന്നും സ്വതന്ത്രരാണ്. ന്യായപ്രമാണത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഒരു കാര്യം ചെയ്യാൻ പോവാ, അയ്യോ അതിനി
പാപമായിരിക്കുമോ? ഓക്കെ, പുസ്തകം മുഴുവൻ വായിക്കുക, 686 കൽപ്പനയും വായിച്ച് പാപമാണ്. വിശകലനം അതിൻ്റെ ആവശ്യമില്ല. പരിശുദ്ധാത്മാവിന്റെ സ്വരം കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ അകത്ത് നിന്നൊരു ഉറവ പോലെയാണ് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തി. അപ്പൊ തെറ്റിലേക്കാണ് പോകുന്നെങ്കിൽ നമ്മുടെ അകത്ത് അസ്വസ്ഥത വരും. അപ്പൊ പരിശുദ്ധാത്മാവുമായിട്ടൊരു ഹാർമണിയിൽ ജീവിക്കുക, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുക. അപ്പൊ നമ്മൾ ആ വാക്യം ഇങ്ങനെയുണ്ട്, ഈ വാക്യം ഇങ്ങനെയുണ്ട്, ഇതേപ്പറ്റി ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഹോളി സ്പിരിറ്റ് നിങ്ങളെ നയിക്കും. എപ്പോഴെങ്കിലും തെറ്റിയാൽ നിങ്ങളുടെ അകത്ത് ഹോളി സ്പിരിറ്റ് ഗ്രീവ് ചെയ്യും. ഹോളി സ്പിരിറ്റ് ഗ്രീവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യും, നിങ്ങൾക്കറിയാം. അപ്പൊ നിങ്ങളത് കറക്റ്റ് ചെയ്യും. അതുകൊണ്ട് ആത്മാവിനനുസരിച്ച് നടക്കുന്നവർ, ദൈവാത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർ ദൈവമക്കളാണ്. അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകുന്നു. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കിയിരിക്കുന്നു. വീണ്ടും അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകരുത്. അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾ പ്രമാണം അനുസരിക്കണം. അങ്ങനെ വാക്യമുണ്ട്, ഇങ്ങനെ വാക്യമുണ്ട്, അതിൻ്റെ ഒന്നും പുറകെ പോകരുത്. ഡോണ്ട് ബോദർ അബൌട്ട് ദോസ് തിങ്സ്. കാരണം യു ആർ ഫ്രീ ഇൻഡീഡ്, ബിക്കോസ് പുത്രനാണ് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നത്. ക്രിസ്തുയേശുവിലുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. പിതൃപുത്ര പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവം, ട്രിനിറ്റിയുടെ മുദ്ര നിങ്ങളിൽ വസിക്കുകയാണ്. അപ്പൊ മനുഷ്യന്റെ ശത്രു എന്ന് പറഞ്ഞാൽ ലോകം, ജഡം, പിശാച്. ലോകം എന്ന ശത്രുവിനെ ജയിക്കാൻ പിതാവായ ദൈവമാണ് നിങ്ങളെ സഹായിക്കുന്നത്. കാരണം ലോകത്തെ സ്നേഹിക്കുന്നവനിൽ പിതാവിന്റെ സ്നേഹമില്ല. അതായത് പിതാവിന്റെ സ്നേഹവും ലോക സ്നേഹവും ഇങ്ങനെ നിൽക്കും. പിതാവിന്റെ സ്നേഹം നമ്മിൽ വന്നാൽ ലോക സ്നേഹം നമ്മിൽ നിന്ന് മാറും. അവർ കർത്താവായ യേശുവിനെ പ്രതിയാണ് സാത്താനെ ജയിക്കുന്നത്. അവർ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായും പിശാചിനെ ജയിച്ചു. ഇപ്പൊ ലോകം, ജഡം, പിശാച് എന്ന ശത്രുവിനെ ജയിക്കാൻ പുത്രനാണ് നമ്മെ സഹായിക്കുന്നത്. ജഡം എന്ന ശത്രുവുണ്ട്. ജഡത്തെ ജയിക്കാൻ പരിശുദ്ധാത്മാവാണ് സഹായിക്കുന്നത്. ആത്മാവിന്റെ പ്രവൃത്തി, ജഡത്തിന്റെ പ്രവൃത്തി. ആത്മാവിന്റെ അഭിലാഷം, ജഡത്തിന്റെ അഭിലാഷം. അപ്പൊ ആത്മാഭിലാഷം ജഡാഭിലാഷത്തിനും ജഡാഭിലാഷം ആത്മാഭിലാഷത്തിനും പരസ്പരം പ്രതികൂലമാവുകയാൽ ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കണം. അപ്പൊ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും, ലോകവും ജഡവും പിശാചും. ലോകം, ജഡം, പിശാച് എന്ന 3 ശത്രുവിനെ ജയിക്കാൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവാണ് യഥാക്രമം നമ്മെ സഹായിക്കുന്നത്. അതുകൊണ്ടാണ് ആശീർവാദം പറയുമ്പോൾ പൗലോസ് ശ്ലീഹ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ കൂട്ടായ്മയും സമ്പത്തും സഹവാസവും, ദ സ്വീറ്റ് കമ്മ്യൂണിയൻ ആൻഡ് ഫെലോഷിപ്പ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ബി വിത്ത് യു എന്ന് പറയുമ്പോൾ ഈ കമ്മ്യൂണിയൻ ഓഫ് ഹോളി സ്പിരിറ്റ് ജഡത്തെ ജയിക്കാനും ഗ്രേസ് ഓഫ് ദ സൺ ജീസസ് ക്രൈസ്റ്റ് പിശാചിനെ ജയിക്കാനും ലവ് ഓഫ് ദ ഫാദർ ലോകത്തെ ജയിക്കാനും ഒരു വിശ്വാസിയെ സഹായിക്കും. അപ്പൊ ഈ ട്രിനിറ്റേറിയൻ ഫെലോഷിപ്പിൽ, ട്രിനിറ്റേറിയൻ ബ്ലെസ്സിങ്സിൽ നിൽക്കുന്ന, ആ ട്രിനിറ്റേറിയൻ ബെനഡിക്ഷൻ സ്വീകരിക്കുന്ന ഓരോ വ്യക്തികളും ഈ 3 ശത്രുക്കളെയും ജയിക്കുന്നവരായിരിക്കും. ഈ 3 ശത്രുക്കളെ ജയിക്കുന്ന വ്യക്തിയുടെ മുമ്പിലാണ് ഒടുക്കത്തെ ശത്രുവായ മരണം നീങ്ങിപ്പോകും. അതാണ് ഇതാ മരണത്തെ വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നു. ആരാണ് മരണത്തെ വിട്ട് ജീവനിൽ കിടക്കുന്നത്? യോഹന്നാൻ ശ്ലീഹ തന്റെ ലേഖനത്തിൽ പറയാണ്, സഹോദരനെ സ്നേഹിക്കുന്നവൻ. അപ്പൊ ലോകത്തെ ജയിച്ചവനും ജഡത്തെ ജയിച്ചവനും പിശാചിനെ ജയിച്ചവനും മാത്രമേ സഹോദരനെ സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ. ജഡത്തെ ജയിക്കാത്ത ഒരുത്തനും സഹോദരനെ സ്നേഹിക്കാൻ പറ്റത്തില്ല. ലോകത്തെ ജയിക്കാത്ത ഒരുത്തനും സഹോദരനെ സ്നേഹിക്കാൻ പറ്റത്തില്ല. പിശാചിനെ ജയിക്കാത്ത ഒരുത്തനും സഹോദരനെ സ്നേഹിക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ ലോകത്തെ ജയിക്കുക, ജഡത്തെ ജയിക്കുക, പിശാചിനെ ജയിക്കുക. ഇതിനെ 3 ജയിച്ചാൽ സഹോദരനെ സ്നേഹിക്കാൻ പറ്റും. സഹോദരനെ സ്നേഹിക്കുന്നവൻ മരണം വിട്ട് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. ദിസ് ഈസ് ഗോസ്പൽ, ദിസ് ഈസ് ഗ്ലോറിയസ് ഗോസ്പൽ. ഇതാണ് സുവിശേഷം, ഇതാണ് തേജസ്സുള്ള സുവിശേഷം. മേ ഗോഡ് ബ്ലസ് യു. താങ്ക് യു.